കോഴിക്കോട് നഗരത്തെ നടുക്കിയ തീപിടുത്തത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് വിവിധ വകുപ്പുകളായി. ജില്ലാ കളക്ടറും കോർപ്പറേഷനും അന്വേഷണം നടത്തും. ചീഫ് സെക്രട്ടറി കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ വിവിധ വകുപ്പുകളുടെ പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു വലിയ വീഴ്ച ഇതിനകത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പണ്ട് മിഠായി തെരുവിലുണ്ടായ തീപിടുത്ത പോലെ തന്നെ ആ തരത്തിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉയർന്ന സാഹചര്യം കൂടിയാണ്. കെട്ടിട പരിപാലന ചട്ടം പാലിച്ചിട്ടില്ല, അത് തീപിടുത്തത്തിന് കാരണമായി എന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിൽ ഒന്നും രണ്ടുമല്ല 75 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ള പ്രാഥമിക കണക്കും വരുന്നു. സമഗ്രമായ അന്വേഷണം നടത്തും. ഇതാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർക്കുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞത്. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചക്കിടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. നഗരത്തിലെ കെട്ടിടങ്ങളിൽ അടിയന്തരമായ ഫയർ ഓഡിറ്റ് നടത്തുമെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് ചേരും. ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു തരത്തിൽ തീപിടുത്ത ഭീഷണിയിൽ നിൽക്കുകയാണ് കോഴിക്കോട് നഗരം എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. അതിപ്പോൾ മിഠായി തെരുവാണെങ്കിലും മൊഫ്യൂസ് ആണെങ്കിലും ഇതൊന്നും ആദ്യത്തെ വിഷയമല്ല. ആളപായം ഉണ്ടാകുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. ഇപ്പോൾ ഈ 75 കോടി എന്ന് പറയുന്ന വലിയ ഒരു കണക്കൊക്കെ വരുമ്പോൾ കൃത്യമായി സുരക്ഷാ വീഴ്ചകൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഏറെ മണിക്കൂറുകൾ തീപിടുത്തം നീണ്ടുപോകുമ്പോൾ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പ്രാഥമിക നിഗമനമായി, പ്രാഥമിക വിലയിരുത്തലായി കണ്ടുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്കാണോ കടക്കുന്നത്? ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ചും എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ച പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അത് ഈ കേവലം ഒരു അപകടം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിൽ മാത്രമാണോ കാര്യങ്ങൾ ഉണ്ടായതെന്ന പരിശോധന വേണ്ടിവരും. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശോധന വേണ്ടിവരും എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല? ഏതാണ്ട് 4-5 മണിക്കൂറോളം 30 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ പണിയെടുത്തിട്ടും എന്തുകൊണ്ട് ആ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിനൊരു ഉത്തരം അധികൃതർക്ക് നൽകേണ്ടി വരും. ആദ്യ മണിക്കൂറുകളിൽ വലിയ കാലതാമസം ഈ വാഹനങ്ങൾ എത്താൻ അടക്കം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ എത്തി ആദ്യ ഘട്ടത്തിൽ വെള്ളം തീർന്നു പോകുന്നു, പിന്നീട് വീണ്ടും വാഹനം എത്തുന്നു. ഒപ്പം വിമാനത്താവളത്തിൽ നിന്നുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള വാഹനം എത്താൻ പിന്നെയും സമയമെടുക്കേണ്ടി വരുന്നു. അത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടായ ശേഷം അത് ഇത്ര പെട്ടെന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ്. ആ വാണിജ്യ കേന്ദ്രത്തിൽ തന്നെ, കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്. അത്തരമൊരു ഇടത്തുണ്ടായ തീപിടുത്തം എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയധികം കാലതാമസം വന്നു എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായി വരുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള
സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. കോർപ്പറേഷൻ അധികൃതർക്ക് ഇക്കാര്യത്തിൽ എത്ര വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടമാണ് ഇത്. ആ കെട്ടിടത്തിന്റെ മുകൾ നില ഏതാണ്ട് പൂർണ്ണമായി തന്നെ കച്ചവടക്കാരൻ അടച്ചു കെട്ടി എടുത്തേക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അത്തരം നിയമാനുസൃതമായ ആണോ ഇക്കാര്യങ്ങൾ ചെയ്ത് നഗരസഭയുടെ എന്തെങ്കിലും അനുമതി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ? താഴത്തെ നിലയിലെ പോലെ തന്നെ സുഗമമായി മുകളിലൂടെയും ആളുകൾക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നടന്നു പോകാനൊക്കെയുള്ള സൗകര്യം ഉള്ള ഒരു വരാന്തയൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ അടക്കം കെട്ടിയടച്ചാണ് ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം നടന്നപ്പോൾ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പോലും അധികൃതർക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള സകല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണം അനിവാര്യമാകുന്നു. അത് സമഗ്രമായി തന്നെ നടത്തും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായത്, തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം, തീപിടുത്തമുണ്ടായ ശേഷം അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ട് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പരിശോധന കൃത്യമായി തന്നെ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അനീഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ തുണിക്കടയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം ഒപ്പം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നു എന്ന വിവരമാണ്. ഒരു മാസം മുൻപാണ് ഉടമ മുകുന്ദന് കുത്തേറ്റത്. വ്യാപാര പങ്കാളിയായിരുന്ന പ്രതി നിലവിൽ റിമാൻഡിലാണ്. ബിസിനസ് തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അനീഷ്, ഈ വിഷയവും അന്വേഷണത്തിൽ നിൽക്കുന്നു. പക്ഷേ തീപിടുത്തവുമായി അത്തരത്തിൽ ഒരു കൂട്ടിക്കെട്ടൽ ഉണ്ടോ? പോലീസ് ഈ മിനിറ്റിൽ അങ്ങനെ കരുതുന്നുണ്ടോ? അപർണ, ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അത്. കാരണം കേവലം ഒരു മാസം മുമ്പ് ഈ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് കുത്തേറ്റു എന്ന വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വ്യാപാര പങ്കാളി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇരുവരും തമ്മിൽ നിരവധി ഇടപാടുകൾ കോഴിക്കോട് നഗരത്തിൽ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സമീപമുള്ള ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ ഒരു വിഭാഗം, അതായത് മുകുന്ദനുമായി ബന്ധപ്പെട്ട ആളുകൾ ആ കെട്ടിടം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്ന് അറിയാൻ കഴിയുന്നു. ഇതിനുശേഷം പിന്നീട് നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും മുകുന്ദനെ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രകാശൻ എന്ന മുകുന്ദന്റെ വ്യാപാര പങ്കാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിന് ഈ തീപിടുത്തവുമായി ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമല്ലെങ്കിൽ പോലും അന്വേഷണ പരിധിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായി ഇക്കാര്യവും വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒറ്റ മാസം മുമ്പാണ്, ഏതാണ്ട് 25 ദിവസം മുമ്പാണ് മുകുന്ദന് കുത്തേൽക്കുന്നത്. അതിന് ശേഷം നിരവധി സംഭവങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ കോവിഡ് കാലത്തിന് ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുകുന്ദൻ കടന്നുപോയ ഒരു സമയമുണ്ട്. ഇതിനുശേഷമാണ് പിന്നീട് ഈ പ്രകാശനുമായി കൂടുതൽ ഇടപാടുകൾ നടത്തുന്നത്. പ്രകാശനും മുകുന്ദനും തമ്മിൽ ഈ കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് സ്ഥല കച്ചവടം അല്ലെങ്കിൽ സ്ഥലങ്ങൾ വാങ്ങുകയും രണ്ടുപേരുടെയും പേരിൽ ആക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ അടക്കം ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷമാണ് ഇരുവരും തമ്മിൽ ഈ സംഘർഷത്തിൽ ഏർപ്പെടുകയും മുകുന്ദന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിന് മുമ്പായി തന്നെ ഇത്തരം ചില അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നത് ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇതാണോ ഈ കൃത്യത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഇത്തരം ദുരൂഹതകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്തരമൊരു അസ്വാഭാവികമായ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അപർണ, അനീഷ്, ഓക്കെ, ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു, അതിൽ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഈ വലിയ തരത്തിലേക്ക് ഈ തീപിടുത്തം വ്യാപിക്കുന്നതിലുണ്ടായത് അതിൽ സുരക്ഷാ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ തവണ എല്ലാ തവണയും, അതിപ്പോ ഒന്നോ രണ്ടോ തവണയല്ല, മിഠായി തെരുവിലൊക്കെ ഉണ്ടായ തീപിടുത്തങ്ങളുടെ കണക്ക്, മൊഫ്യൂസിൽ ഇതിനു മുൻപുണ്ടായ തീപിടുത്തത്തിന്റെ കണക്കുകളൊക്കെ ഓരോ തവണയും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ അപകട സമയത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുക. അതിനുശേഷം പിന്നെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് അധികൃതരുടെ ഭാഗത്തുനിന്നല്ല. ഈ ഇൻവെർട്ടർ എവിടെ സൂക്ഷിക്കണം, ഇതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഈ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഇതിനു ശേഷം പരിശോധിക്കപ്പെടുന്നേയില്ല. അങ്ങനെ നാട്ടുകാരും കരുതുന്നില്ലേ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ വീഴ്ചയാണ് ഈ വലിയ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതെന്ന്?
തീർച്ചയായും ഈ തീപിടുത്തമുണ്ടായ ശേഷം പോലും അത് അണയ്ക്കാനുണ്ടായ ഒരു കാലവിളംബത്തെക്കുറിച്ചൊക്കെ ഇന്നലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം ഈ മിഠായി തെരുവിലൊക്കെ പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഫയർ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വരുന്നു. പക്ഷേ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത് ഒരു വിമർശനമായി തന്നെ ഇരിക്കുന്നു. വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് കോഴിക്കോട് നഗരത്തിലെ ഹൃദയഭാഗം ഈ ഫയർ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് തിങ്ങി നടന്നുള്ള കെട്ടിടങ്ങളൊക്കെ നഗരത്തിൽ അത്തരമൊരു ഓഡിറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ആവശ്യമാണ്. അല്ല, നമ്മള് ഫയറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ബീച്ച് ഫയർ സ്റ്റേഷന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു യൂണിറ്റ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. പിന്നെ അവരുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ പാളയം ബസ് സ്റ്റാൻഡിൽ ഒരു ഫയർ യൂണിറ്റ് നമ്മൾ പണ്ട് എസ്എം സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, കോർപ്പറേഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടിലെ ജെറ്റ് സംവിധാനം കോഴിക്കോട് നഗരത്തിൽ, കോഴിക്കോട് നഗരം മാത്രമല്ല കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ആ ജെറ്റ് സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കൌൺസിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ആലോചിച്ചത് പാളയം ബസ് സ്റ്റാൻഡിൽ ബസിന്റെ 2 ട്രാക്ക് ഫയർഫോഴ്സിന് കൊടുത്ത് അവർക്ക് 2 or 3 വണ്ടി നിർത്താനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ തീരുമാനമെടുത്തു. അത് അടുത്ത കൌൺസിലിൽ വന്നു കഴിഞ്ഞാൽ ആ നടപടി അവിടെ ആരംഭിക്കും. അപ്പോൾ ആ ഫയറിന്റെ നഗരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില സംഭവങ്ങളിൽ ഇപ്പോൾ മിഞ്ഞന്തെന്ന് വരണം, അല്ലെങ്കിൽ വെള്ളിമാടു എന്നാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ 2 ഭാഗത്തുനിന്നും വരേണ്ടതാണ്. ഇന്നലെ അടുത്ത അയൽ ജില്ലയിൽ നിന്ന് പോലും ഫയർ എഞ്ചിനോടെ എത്തിയിട്ടുണ്ട്, ജെറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകണം തന്നെയാണ് അഭിപ്രായം. അത് ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പം മൊത്തം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഞങ്ങൾ പരിശോധിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു നടപടിയിലേക്ക് ഞങ്ങൾ പോകും. ഒരു എക്സ്റ്റൻഷനുമായ നിർമ്മാണം ഉണ്ടെങ്കിൽ അത് ശക്തമായി തന്നെ നടപടിയിലേക്ക് പോകും. കോർപ്പറേഷൻ ഇതാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കും എന്നാണ് കൌൺസിലർമാർ അടക്കമുള്ളവർ പറയുന്നത്. ഇന്ന് കോർപ്പറേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അക്കാര്യത്തിൽ കൃത്യമായൊരു നടപടിയിലേക്കൊക്കെ നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇത് അണയ്ക്കാൻ കൃത്യമായി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിയാതിരുന്നത്, ഈ ഫയർ ഹൈഡ്രന്റ് പോലും കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല, അത് വന്നവർക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വീണ്ടും ഫയർഫോഴ്സിന് തിരിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ എത്രയോ തവണ തീപിടുത്തം ആവർത്തിച്ച സ്ഥലമായിട്ട് പോലും ഇത്തരത്തിൽ ഉള്ള മുൻകരുതലുകളാണ് നടപ്പാക്കുന്നത്. കൂടുതൽ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല, അല്ലേ? തീർച്ചയായും അത്തരമൊരു പ്രതിഷേധം ഉയരും. കാരണം ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ആളുകൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമൊക്കെയായി, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ കൌൺസിലർമാരും ഒക്കെ ഇക്കാര്യത്തിലുള്ള അവരുടെ ഒരു ദേഷ്യം രേഖപ്പെടുത്തിയിരുന്നു. കാരണം കൃത്യമായ ഒരു മുന്നൊരുക്ക സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അത് തടയാൻ പറ്റുന്നില്ല. ഒപ്പം ഈ നിർമ്മാണത്തിലെ പ്രശ്നങ്ങളൊക്കെ. നമ്മളോടൊപ്പം ഇവിടെ തന്നെ ഷോപ്പുള്ള ഒരാളാണ്. ഇവിടെ തന്നെ ഷോപ്പുള്ള ആളാണ്. എന്റെ ലാസ്റ്റിലെ കത്താത്ത ഷോപ്പ്, എന്റെ ഷോപ്പ് കത്തിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല, കട അവധിയായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, അവിടെ കട ഉണ്ടായിരുന്നു. അത് 3:30 മണിക്കാണ് ഫയർ തുടങ്ങിയത്. മനസ്സിലായി? എവിടുന്നാണ് ആദ്യം തുടങ്ങിയത്? ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയത്. ഇതിന്റെ മുകളിലൊക്കെ ഈ സീസൺ ഇപ്പം വെക്കാൻ സീസണായി, യൂണിഫോമിന്റെ സീസൺ. ആ സീസണിലൊക്കെ ഒരുപാട് സാധനം സ്റ്റോക്ക് ചെയ്തത്. അത് എങ്ങനെ തീപിടിച്ചത് കാര്യം നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. എങ്ങനെ കത്തി ഒരു പടർന്നു പിടിക്കൽ തുടങ്ങി. അപ്പൊ അതിന് നമ്മളൊക്കെ പീടിയും പൊട്ടിട്ട് പോവുകയും ചെയ്തു. എന്താ കടയാത്? എന്റെ റെഡിമെയ്ഡ് ഷോപ്പ് തന്നെ, തുണി അതെ തുണി തന്നെയാണ്. ആ ഭാഗത്തേക്ക് വരാഞ്ഞത്? ആ ഭാഗത്ത് ഫയർ സർവീസും എയർപോർട്ടിൽ വരുന്ന ഫയർ സർവീസ് വന്നതിന് ശേഷം തീ കുറച്ചെങ്കിലും ഒരു ഇതായത്, അണഞ്ഞത്. അങ്ങനെ കടയുടെ ആ ഭാഗത്തോട്ടായില്ല, എത്തിയിട്ടില്ല. നമ്മൾ ആ ലാസ്റ്റ് കണ്ടത് അതുവരെ നമ്മളെ കട, എന്റെ താഴത്തെ എന്റെ കടകളിൽ. വേറെ കടകൾ മുന്നിന്റെ അല്ലാത്ത കടകൾ വേറെ ഉണ്ടോ അവിടെ? മുന്നിലുള്ള കട മുകളിൽ മാത്രം മുന്നിലുള്ള, താഴത്ത് മുന്നിന്റെ കടയില്ല. ഇല്ല, താഴത്ത് അതിന് കത്തിയിട്ടില്ലല്ലോ, താഴത്തൊന്നും വന്നില്ല. അപ്പോഴേക്ക് ഫയർ സർവീസ് തീ അണയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ആശങ്കയിലായി കാണുമല്ലോ ആ സമയത്ത്. ഭയങ്കര ബേജാറായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ കുത്തിയ സീസണാണ്. പെരുന്നാളിന്റെ കച്ചവടമൊക്കെ പ്രതീക്ഷിച്ചിരിക്കും, യൂണിഫോമിന്റെ കച്ചവടം. ഈ അവസ്ഥയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ എണ്ണപ്പത്തെ കച്ചവടക്കാരെക്കാരും വളരെ കഷ്ടമാണ്. കാരണം ഒരുപാട് പൈസ അവിടെ നിന്ന് റോൾ ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നത്. സാമ്പത്തിക ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലേ? കണ്ടമാന സ്റ്റോക്ക് തന്നെ. ആളുമ്പോൾ സീസൺ ആകുമ്പോൾ യൂണിഫോമിന്റെ ആണല്ലോ, പിന്നെ പെരുന്നാൾ സീസണാണ്. എല്ലാവരും യുദ്ധൻ മാത്രം എല്ലാവരും നല്ല കാരണം സ്റ്റോക്ക് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. ഈ മൂന്നിന്റെ അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇല്ല, പൊതുവിലും വന്നിട്ടില്ല. PRCന്റേതാ നേരെ മുന്നേ PRC മെഡിക്കൽ ഷോപ്പ് അവിടുന്ന് സ്റ്റാർട്ട് തുടങ്ങുന്നതാണ് പറഞ്ഞത്. അവിടുന്ന് അവിടുന്നാണോ അല്ലെങ്കിൽ നടക്കുന്നതെന്ന് അറിയില്ല. അതിപ്പോ അന്വേഷണത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമുക്ക് ആദ്യം ഒന്നും പിടികിട്ടില്ല, എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. നമ്മൾ പീടെ അടിക്കാൻ വേണ്ടി പെട്ടെന്ന് അടിച്ചു പോവാ. തീ കണ്ടാന്ന് പേടിച്ചതാ. ഇപ്പൊ താഴത്തേക്ക് പടർന്ന് പിടിക്കാന്നുള്ള ഒരു അംഗശങ്കയിൽ പീടെ കൂട്ടി നോക്കിയില്ല, പെട്ടെന്ന് അടിച്ച് വീട്ടിലേക്ക് പുറത്തേക്ക് ഓടിയതാണ്. ചെന്നപ്പോഴും മനസ്സിൽ ആശങ്കയായിരിക്കും അല്ലേ? അവിടെ ഇരിക്കാൻ കഴിയില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നല്ലോ.
അവിടെ മനസ്സവൻ ഉണ്ടാവല്ലോ. എന്താ രാത്രി 12 വരെ ഇവിടുത്തെ അങ്ങാനും നടക്കലേ എന്നെ പണി. അതാണ് ഈ ബിൽഡിംഗിൽ തന്നെ കടയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ കടയുണ്ട്, റെഡിമെയ്ഡ് ഷോപ്പാണ്. അദ്ദേഹം ഒക്കെ ചെറിയ തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. താഴത്തെ നിലയിൽ നിന്നും മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് തീ പടർന്നു പിടിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ കടയിലേക്കൊന്നും തുണിത്തരങ്ങളിലേക്ക് തീ പിടിച്ചില്ല. യൂണിഫോം കാലമാണ്. ഏറ്റവും അധികം ഇവിടുത്തെ ടെക്സ്റ്റൈൽ കടക്കാർക്കൊക്കെ ചെലവ് കിട്ടുന്ന ഒരു സമയമാണ്. വലിയ സ്റ്റോക്കിസ്റ്റുകളാണ് ഇവരിൽ പലരുമൊക്കെ. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് അദ്ദേഹം ഒഴിവായ ഒരു ആളാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അനീഷ, അതോടൊപ്പം തന്നെ ഈ നഷ്ടക്കണക്കുകൾ വരുന്നത് ഏത് തരത്തിലാണ്? 75 കോടിയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കടക്കാരെ ബാധിച്ചിരിക്കുന്നു? എത്ര പേരുടെ ഉപജീവന മാർഗം കൂടി തടസ്സപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് ഈ നഷ്ടം എങ്ങനെയാണ് കണക്കാക്കുന്നത്? എന്താണ് ഈ വ്യാപാരികളുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത് വരുന്നത്? വലിയ തോതിലുള്ള ഒരു നഷ്ടമാണ്. ഒരു പക്ഷേ നഷ്ടത്തിന്റെ തോത് കണക്കാക്കാൻ പറ്റുക പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ നഷ്ടം തന്നെയാണ്. നമ്മളെ കണക്കൂട്ടലിനപ്പുറമാണ് വന്നിട്ടുള്ള നഷ്ടം. ബൈറ്റായിട്ട് എടുക്കാം. കണക്കൂട്ടലിനപ്പുറമാണ് വന്നിട്ടുള്ള നഷ്ടം. അപ്പോൾ നമ്മളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്, എത്ര നാശനഷ്ടമുണ്ട് എന്നുള്ളത്. വളരെയധികം ആക്സസ് ഉള്ള ഒരു പ്രദേശമാണല്ലോ ഇവിടെ. ഈ തീപിടുത്തമുണ്ടായത്, മിഠായിത്തരമൊക്കെ തീപിടുത്തമുണ്ടായപ്പോൾ കെടുത്താൻ കുറെ പ്രയാസപ്പെട്ടു. ഇവിടെയും കുറെ സമയം എടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ക്രാഷ് ലാൻഡർ പോലത്തെ സംവിധാനം, എയർപോർട്ടിലുള്ള ആ സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ കോഴിക്കോട് നഗരത്തിലും ഏർപ്പെടുത്തണം. അപ്പം ബീച്ചിൽ നവീകരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു യൂണിറ്റ് ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നത്. കോഴിക്കോട് നഗരത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അധികൃതർ ചെയ്യണം. 6 മണിക്കൂറിലധികം നീണ്ടു നിന്ന് ഈ തീക്കത്ത് ഇത്രയും ആക്സസ്, ഇത്രയും പ്രദേശം, ഇത്രയും സൗജന്യം, ഇത്രയും ഫ്രീ ആയിട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് നമുക്ക് അങ്ങനെ കഞ്ചഷൻ ഒന്നുമില്ലല്ലോ. ഇത്രയും കഞ്ചഷൻ ഇല്ലാത്തൊരു പ്രദേശത്ത് തീക്കത്തി ഞായറാഴ്ച ദിവസമാണ്, വലിയ തിരക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ എളുപ്പത്തിൽ കിട്ടും എന്നാണ് നമ്മളും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സംവിധാനത്തിന്റെ ശക്തിക്കുറവുണ്ടാവുമല്ലോ. അപ്പൊ അത് ക്യാഷ് ലാൻഡർ സംവിധാനം കോഴിക്കോട് സിറ്റിയിൽ വേണം. അത് ഏർപ്പെടും. 17 മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. മിഠായിത്തെരു തീപിടുത്തത്തോടുകൂടി നമ്മളതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മുൻകരുതൽ നടത്തണം, ആവശ്യമായ കരുതൽ വേണമെന്നൊക്കെ. അതൊന്നും ഇപ്പൊ എല്ലാവരും അങ്ങനെ പാലിച്ചോളണമെന്നില്ലല്ലോ. എവിടെയാണ് എന്താണ് ഫോൾട്ട് വന്നിട്ടുള്ളത്, വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലേ, അതൊന്നും പരിശോധിക്കാനായിട്ടില്ല. അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ അധികൃതർ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയുള്ള ശ്രമം സംഘടനാ നിലയിൽ നടത്തും. ഉടമയായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉടമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. ഇന്നലെ ഫോൺ എടുത്തിട്ടില്ല, ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അപ്പം പറഞ്ഞു ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മാനസികമായിട്ട് അറിയാലോ, അത്രയും കോടികളുടെ നഷ്ടം വരുന്ന ഒരാളെ അയാളെ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങൾക്ക് എത്ര നഷ്ടം വന്നെന്നൊക്കെ ചോദിക്കുന്ന ഒരു സമയത്തുണ്ടാകുന്ന പ്രയാസം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒന്നും അധികം ചോദിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞു നിർത്തിയതാ. അതിലപ്പുറം നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കണം. ഒരു ജീവിതമാർഗം ഇത് അവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഒരുപാട് തൊഴിലാളികളുണ്ട്, ഒരുപാട് പേരുടെ ജീവിതമാർഗമാണല്ലോ മുട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു മാനസിക അവസ്ഥയും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആളെ എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരിക എങ്ങനെയാണെന്ന് പറയാനൊന്നും അറിയില്ല. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. അനീഷിലേക്ക് വീണ്ടും. അനീഷ്, എത്ര വ്യാപാരികളെയാണ് ഇത് ബാധിച്ചത്? അതിലൊരു കണക്കുണ്ടോ? എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഞങ്ങൾ ഇനിയും സുരക്ഷാ ക്രമീകരണങ്ങൾ കടുപ്പിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധമോ പ്ലാനോ പദ്ധതിയോ എന്തെങ്കിലും ഉണ്ടോ അധികൃതരുടെ മുന്നിൽ? വിളംബരം കരീമും സംസാരിക്കുന്നു. ഇപ്പോൾ പ്രസിഡന്റോടെ
ഹലോ ഓഡിയോ മുനീഫെ കേട്ടല്ലേ? ഇന്നലത്തെ തീപിടുത്തം വലിയ നഷ്ടമാണ് കച്ചവടക്കാർക്ക് ഉണ്ടാക്കിയത്. പ്രധാനമായും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ്, പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഇവിടെ വന്ന മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു. കേരള സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോ ഫയർ ആൻഡ് സേഫ്റ്റി ശക്തിപ്പെടുത്തണം, ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. പണ്ട് മിഠായിത്തെരുവിൽ ഇതുപോലെ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അന്ന് LDF ഗവൺമെന്റ്, ഞാൻ അന്ന് മന്ത്രിയാണ്, സംഭവം അറിഞ്ഞ് ഞാൻ അവിടെ സ്ഥലത്തെത്തി. അന്ന് നമുക്ക് മിഠായിത്തെരുവിൽ പെട്ടെന്ന് ഫയർ എഞ്ചിനൊന്നും എത്താൻ, വണ്ടികൾക്ക് എത്താൻ സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചില പരിഹാര നടപടികളൊക്കെ അന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. പിന്നീട് അതുപോലെ സംഭവം ആ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ യാദൃശ്ചികമായിട്ടാണ് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൽ ഇത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ ഇന്നലെ തന്നെ ജില്ലാ കലക്ടർ പറഞ്ഞു ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനിടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുമെന്ന്. അതൊരു നല്ല നിലപാടാണ്. ശാസ്ത്രീയമായി അന്വേഷിക്കണം, എന്നിട്ട് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇന്നലെ കോർപ്പറേഷനും ജില്ലാ ഭരണ സംവിധാനവും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം, പോലീസ്, പിന്നെ അതിലെല്ലാം ഉപരി ഇവിടുത്തെ തൊഴിലാളികൾ കാണിച്ച ആത്മധൈര്യം ഞാൻ അതിനെ അഭിനന്ദിക്കുക. ഇന്നലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഈ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ഈ കാറ്ററിംഗ് തൊഴിലാളികൾ, അവര് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം അതിസാഹസികമായ നിലയിലാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പൊ കച്ചവടക്കാർ, തൊഴിലാളികൾ, ജീവനക്കാർ, ഇവരെല്ലാവരും നേരിട്ട ഈ ദുരന്തത്തെക്കുറിച്ച് അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തി മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ഫലപ്രദമായ പരിഹാര നടപടികൾ സ്വീകരിക്കണം. ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരന്തരമായിട്ട് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. നേരത്തെ മിഠായിത്തെരുവിലുണ്ടായ കാര്യമൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ട് കൂടുതൽ ഫയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊന്നും ഇനിയും ആലോചിക്കുന്നില്ല? പ്രത്യേകിച്ച് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ അങ്ങനെ സംവിധാനം വേണ്ടതല്ലേ? മനസ്സിലാക്കേണ്ട ഈ തീപിടുത്തം എന്ന് പറയുന്നത് നമ്മളാരുടെ നിയന്ത്രണത്തിലല്ല. നിരന്തരം എന്ന് പറഞ്ഞാൽ 2008-ലോ 2009-ലോ മറ്റാണ് മിഠായിത്തെരുവ് തീപിടുത്തം എന്ന് പറഞ്ഞാൽ. അടുത്ത കാലത്തൊന്നുമല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമ്മളെക്കാളൊക്കെ എത്രയോ സാങ്കേതികമായി സാമ്പത്തികമായി ഉയർന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു പ്രദേശം മുഴുവൻ തീപിടുത്തത്തിൽ കത്തിയെരിഞ്ഞു പോയി. അപ്പൊ അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന പ്രകൃതി കോപം പോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഓരോ സംഭവം വരുമ്പോഴും ശാസ്ത്രീയമായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാനുമാണ് ഭരണ സംവിധാനം നടപടി സ്വീകരിക്കുന്നത്. അത് ചെയ്യുമെന്ന് എല്ലാവരും ഉറപ്പു പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണ്ടത് പഴുതടച്ച പരിശോധനയാണ്. ഉണ്ടായിട്ടുണ്ട്, അതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതാ ഞാൻ പറഞ്ഞത്, കാഷ്വാലിറ്റി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ആ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്നും വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയായിട്ടുള്ള സാഹചര്യം ശാസ്ത്രീയമായി പരിശോധിക്കുക. അത് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം, ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കണം. നമ്മൾ പെട്ടെന്നൊരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും വികാരം കൊണ്ടുവന്നുകൊണ്ട് മാത്രമായില്ല, പരിഹാര നടപടികൾ ശാസ്ത്രീയമായി സ്വീകരിക്കും. അത് സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് അതിന് ആ നിലയിൽ ആലോചിക്കുന്നുണ്ട്. ഈ നഗരമേഖലയിൽ ഉണ്ടായിരുന്ന ബീച്ചിലെ ഫയർ ഓഫീസ് അത് അടച്ചുപെട്ടലാണ് ഒരു യൂണിറ്റ്. അല്ല, ആ പോരായ്മകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിഹരിക്കണം തന്നെ അഭിപ്രായം. നിങ്ങളും ചില കാര്യങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സംഭവം നടക്കുമ്പോൾ അത്തരം വിഷയത്തിലേക്ക് കടന്നില്ല എന്നൊരു പക്വത എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന് ശ്രദ്ധപ്പെടുത്താം. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചു. എളമരം കരീമും വ്യക്തമാക്കുന്നത് ഇതിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നത് അത് സർക്കാർ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അനീഷ്,
ഉറപ്പുകൾ വരുന്നത് ഇനിയും ഇങ്ങനെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേത് തരത്തിൽ എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി രേഖയുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ്. ഇതെന്താണ് ഈ വലിയ ഒരു ചാലഞ്ചായി, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തടസ്സമാകുന്നത്, വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്തത്? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികളുണ്ടോ? ഈ എളമരം കരിമൊക്കെ പറയുന്നത് തികച്ചും ആകസ്മികമായ ഒരു സംഭവം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത്. അത് യാദൃച്ഛികമായുണ്ട ഒരു സംഭവം. ഈ മിഠായി തെരുവിലും മറ്റുമൊക്കെ തീപിടുത്തമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പാണ്. 2008, 2009 കാലഘട്ടത്തൊക്കെയാണ്. അതിനുശേഷമൊക്കെ ഉണ്ടായ ഒരു സംഭവത്തെ യാദൃശ്യം എന്താണ്, അതിന്റെ കാരണങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം തടസ്സം നേരിട്ടു എന്നതിനെക്കുറിച്ചുമൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഇതിനകം തന്നെ കളക്ടറും സർക്കാരും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് എളമരം കരീമും വ്യക്തമാക്കുന്നത്. എന്തായാലും മന്ത്രിയും മേയറും ഒക്കെ കളക്ടറും ഒക്കെ അടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരുന്നു. കൂടുതൽ ആളുകൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി ഭാവിയിലേക്ക് ഈ കോഴിക്കോട് നഗരത്തിൽ എന്നല്ല, പ്രധാന കേന്ദ്രങ്ങളിലൊന്നും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവരുത്, അതിനുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടതെന്നാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. അപർണ, അതോടൊപ്പം തന്നെ അനീഷ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളവർ. പലരും ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന പല വ്യാപാരികളെയും സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. പക്ഷെ അതല്ലാതെ ഈ ചെറുകിട വ്യാപാരികൾ ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരമൊരു കണക്കുകളുണ്ടോ? നേരിട്ട് ഈ ഇടപെട്ട് കൊണ്ട് സഹായം ഉറപ്പാക്കേണ്ട തരത്തിലുള്ള വ്യാപാരികളുടെ വിഷയമുണ്ടോ? ഈ വ്യാപാരി അസോസിയേഷനൊക്കെ ആ തരത്തിലുള്ള എന്തെങ്കിലും കണക്കുകൾ പറയുന്നുണ്ടോ? അപർണ, പ്രധാനമായും ഈ മുകുന്ദർ എന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽ ഉടമയ്ക്കാണ് പ്രധാന നഷ്ടം വന്നിരിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. കാരണം ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ നില ഒന്നടങ്കം ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഈ തുണി സംഭരണ കേന്ദ്രമാണ്. പ്രത്യേകിച്ചും യൂണിഫോം തുണിത്തരങ്ങളാണ് അവിടെ സംഭരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമാണ് ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ഒരു നാശനഷ്ടം. അതായത് അദ്ദേഹത്തിന്റെ തുണിത്തരങ്ങളാണ് പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ്. ഒപ്പം താഴെ തന്നെയുള്ള PRC ഫാർമസി എന്ന മരുന്ന് കടയിലും കാര്യമായ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു. മറ്റ് താഴത്തെ നിലയിലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് പക്ഷേ നേരിട്ട് അവരുടെ തുണിത്തരങ്ങളോ അല്ലെങ്കിൽ സാമഗ്രികളോ ഒന്നും നഷ്ടമായിട്ടില്ല. പക്ഷെ അവർക്കിനി ഇപ്പോൾ കച്ചവടം ഈ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൽ കച്ചവടം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇനി ഒരുപാട് നാളുകൾ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം മണിക്കൂറുകളോളം നിന്ന് കത്തിയ ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് കെട്ടിടത്തിന്റെ ഒരു ഉറപ്പിനെ കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ നിലവിലുണ്ട്. രാവിലെ മേയർ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞതും അങ്ങനെയാണ്. ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം മാത്രമേ ഇവിടെ ഇനിയും കച്ചവടം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അത് വലിയ നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരുപാട് ടെക്സ്റ്റൈൽ കടകൾ അല്ലെങ്കിൽ തുണിക്കടകൾ ഉള്ള സ്ഥലമാണ്. ഈ സ്കൂൾ തുറക്കുന്ന സീസൺ വരാൻ പോകുന്നു. ഈ സ്കൂൾ തുറപ്പ് കാലത്താണ് ഏറ്റവും അധികം ഈ തുണിത്തരങ്ങളുടെ കച്ചവടം, പ്രത്യേകിച്ചും ഈ സ്കൂൾ യൂണിഫോമുകളുടെ കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സമയത്ത് ഈ കോംപ്ലക്സ് പൂർണ്ണമായും അടച്ചിടപ്പെടുന്നത് ഈ ചെറുകിട കച്ചവടക്കാരെ അടക്കം വളരെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഇവിടെ കച്ചവടം പുനഃസ്ഥാപിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റു കടകളിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ ഇനി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കേണ്ടിയിരിക്കുന്നു. അത്തരം നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ വൈകാതെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനും ഇംഗ്ലീഷ് മരുന്ന് കടയ്ക്കും ഉണ്ടായതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു കച്ചവടക്കാർക്കുണ്ടായ നഷ്ടം ഏതൊക്കെ തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുണ്ടാവും. വിവിധ തരത്തിലുള്ള പരിശോധനകൾ ഈ കെട്ടിടത്തിൽ ഇനി നടക്കും. ഫയർഫോഴ്സിന്റെ സമഗ്രമായ ഓഡിറ്റ് നടക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ പോലീസിന്റെ നായ K9 സ്ക്വാഡ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ പരിശോധനയിലേക്ക് കടക്കും. ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലൊന്ന് എന്താണ് അപകടത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം. ഒരു സ്വാഭാവികമായി ഉണ്ടായ അപകടം, അതായത് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ളൊരു അപകടമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ അട്ടിമറി സാധ്യതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് പോലീസ് നായയുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇവിടെ എത്തി ഇനി പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തും. ഏത് ഭാഗത്തു നിന്നാണ് തീപിടുത്തം ആദ്യമുണ്ടായത്
ഏത് ഭാഗത്തേക്കാണ് ഈ തീപിടുത്തം അവിടെ നിന്നും പരന്നത്? ആദ്യ സമയത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ ഈ കണ്ട ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന 3-4 ജീവനക്കാർ ഉണ്ടായിരുന്നു. ആ ജീവനക്കാരെ പെട്ടെന്ന് ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇതിനുശേഷം താഴത്തെ നിലയിൽ ചില കടകൾ, ഈ കടകളെല്ലാം ഏതാണ്ട് തുറന്ന അവസ്ഥയിലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചില കടകൾ, അപൂർവമായ ചില കടകൾ ഒഴിവാക്കിയിരുന്നു. ഈ സാധാരണഗതിയിൽ ടൗണുകളിലെയും സിറ്റികളിലെയും ഒക്കെ കടകൾ ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും ഈ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് എല്ലാ സമയത്തും ആളുകൾ വന്നു പോകുന്ന ഇടമാണ്. കോഴിക്കോട് മെഫീസിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേവലം കോഴിക്കോട് ജില്ലയിലെ ആളുകളുടെ മാത്രം കയറിയിറങ്ങുന്ന സ്ഥലമല്ല, മറിച്ച് കണ്ണൂരിലേക്കും തലശ്ശേരിയിലേക്കും കാസർഗോഡേക്കും ഒക്കെ ആളുകൾ പോകാൻ ഉപയോഗിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് താരതമ്യേന തിരക്കുള്ള ഒരു സമയമായിരുന്നു. അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഏതായാലും സനീഷ് കുമാർ വിവരങ്ങൾ നൽകുമ്പോൾ ഇനി സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടാകാതെ നോക്കും, ഇതിൽ എന്ത് പാകപ്പിഴയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് അധികാരികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ. പക്ഷെ അതാണോ നടക്കുന്നത്? ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്തുകൊണ്ട് തീപിടുത്തം തുടർക്കഥയാകുന്നു കോഴിക്കോട് നഗരത്തിൽ എന്നൊരു ചോദ്യമുണ്ട്. 75 കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഇന്നലെ കോഴിക്കോട് നഗരത്തെ നടുക്കിയ മൊഫ്യൂസിലെ തീപിടുത്തത്തിൽ നിന്നുള്ള കണക്കുകളും പുറത്ത് വരികയാണ്. അനീഷാണ് പ്രതികരണങ്ങളും വിശകലനങ്ങളും നൽകിയത്.